ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വൻ ചാരശൃംഖലയെ ഇന്ത്യയുടെ സുരക്ഷാ സേന തകർത്തിരുന്നു. യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ പേരാണ് അതിൽ പ്രധാനമായും ഉയർന്നുവന്നത്. പാക് ചാരന്മാരുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് ജ്യോതി സമ്മതിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യലിലാണ് പാക് ചാര സംഘടനയായ ISIൽ ഉൾപ്പെട്ടവരുമായി ബന്ധമുണ്ടെന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചത്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനും പാക് ചാരനുമായ ഡാനിഷുമായി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നതായി യുവതി സമ്മതിച്ചിട്ടുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2023 പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി ഹൈക്കമ്മീഷനിൽ പോയ സന്ദർഭത്തിലാണ് ഡാനിഷിനെ ആദ്യമായി പരിചയപ്പെട്ടതെന്നാണ് ജ്യോതിയുടെ മൊഴി. അതിനിടെ ജ്യോതിയുടെ സ്വകാര്യ ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് ജ്യോതി മൽഹോത്ര ഡയറിയിൽ വിശദമായി കുറിച്ചിരുന്നു. പാകിസ്ഥാൻ യാത്ര ഏറെ സ്നേഹം നിറഞ്ഞതായിരുന്നുവെന്നും അവിടെ നിന്ന് ഏറെ സ്നേഹം ലഭിച്ചെന്നുമാണ് ജ്യോതി പാകിസ്ഥാൻ യാത്രയെക്കുറിച്ച് ഡയറിയിൽ കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രധാന ചടങ്ങുകളുടെ വിവരങ്ങളും ജ്യോതി മൽഹോത്ര പാക് ചാരന്മാർക്ക് കൈമാറിയിരുന്നതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. 12 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ചാരവൃത്തി, അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത്, ശത്രുതാപരമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകൽ എന്നിവയുൾപ്പെടെ വിവിധ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷമാണ് ഇന്ത്യയുടെ സുരക്ഷാ സേനകൾ ചാരന്മാരെ കണ്ടെത്താനായി രംഗത്തെത്തിയത്. സൈനിക നീക്കങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, മറ്റ് പ്രധാന സ്ഥലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇവർ ശേഖരിച്ച് കൈമാറിയതായാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത്. പഞ്ചാബിലെ മലേർകോട്ലയിൽ നിന്നാണ് ഗസാലയെ അറസ്റ്റ് ചെയ്യുന്നത്. വിസ ലഭിക്കുന്നതിനായി 2025 ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഗസാല സന്ദർശിച്ചതായും അവിടെ വെച്ച് ഡാനിഷ് എന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥന് സൈനിക വിവരങ്ങൾ നൽകിയെന്നുമാണ് ആരോപണം. ഇതിന് പ്രതിഫലമായി UPI ഇടപാടുകളിലൂടെ 30,000 രൂപ പ്രതിഫലം വാങ്ങിയെന്നും ആരോപണമുണ്ട്. ഹരിയാനയിലെ കൈതലിൽ നിന്ന് വിദ്യാർത്ഥി കൂടിയായ ദേവേന്ദ്ര സിംഗ് അറസ്റ്റിലാകുന്നത് മെയ് 12-നാണ്. ആയുധങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനായിരുന്നു അറസ്റ്റ്. 2024 തീർത്ഥാടനത്തിന് പാകിസ്ഥാൻ സന്ദർശിച്ചു. തുടർന്ന് അവിടെയുള്ള ചിലരുമായി അടുപ്പം സ്ഥാപിക്കുകയും അത് തുടരുകയും ചെയ്തുവെന്നാണ് ആരോപണം. പാട്യാല സൈനിക കേന്ദ്രത്തിന്റെ പുറത്തുനിന്നെടുത്ത ചിത്രങ്ങൾ ഇയാൾ കൈമാറിയതായും കണ്ടെത്തിയിരുന്നു. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിന്ന് ഷഹസാബ് എന്ന ബിസിനസ്സുകാരൻ അറസ്റ്റിലായി. സൈനിക നീക്കങ്ങളുടെയും ട്രെയിൻ റൂട്ടുകളെയും കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിയെന്ന് ആരോപിച്ച് മെയ് 13-നാണ് ഹരിയാനയിലെ പാനിപ്പറ്റിൽ നിന്ന് നുമാൻ ഇലാഹി അറസ്റ്റിലാകുന്നത്. മെയ് 16-നാണ് പഞ്ചാബിലെ ജലന്ധറിൽ നിന്ന് മുർത്താസ അറസ്റ്റിലാകുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ അതിർത്തിക്കപ്പുറമുള്ളവർക്ക് ഇന്ത്യൻ വാർത്താ ക്ലിപ്പുകളും ആഭ്യന്തര അപ്ഡേറ്റുകളും കൈമാറുന്ന ഒരു ആപ്പ് സൃഷ്ടിക്കുന്നതിൽ ഇയാളും ഉണ്ടെന്നാണ് ആരോപണം. ഹരിയാനയിൽ നിന്ന് മുഹമ്മദ് തരീഫും കരൺബീർ സിംഗും, ഒഡീഷയിൽ നിന്ന് വ്ലോഗർ പ്രിയങ്ക സേനാപതി, പാലക് ഷേർ മഹിയും എന്നിവരും, സൂരജ് മസിഹ്, സുഖ്പ്രീത് സിംഗ് എന്നിവർ പഞ്ചാബിൽ നിന്നുമാണ് പിടിയിലായത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.